ഹലോ ബിഗ് ബോസ് മിഡിൽ സസ്പെൻഷൻ ടാസ്ക്. അതിൽ കുറച്ച് മുമ്പേ ഈ ഫ്രിഡ്ജിൽ സാധനങ്ങൾ നിറയ്ക്കുന്ന ഒരു ടാസ്ക് കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ ബിഗ് ബോസ് വിളിച്ചിട്ട് മെയിൻ 6 ആൾക്കാരുണ്ടല്ലോ, അവരുടെ സഹായിയായി നിന്ന ആൾക്കാരുടെ പെർഫോമൻസിൽ സാറ്റിസ്ഫാക്ഷൻ ആണോ എന്ന് ചോദിച്ചു. അതിൽ ശാരിക ബിന്നിയുടെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് മറുപടി പറഞ്ഞത്. ബിന്നിയുടെ പെർഫോമൻസിനോട് അത്ര സാറ്റിസ്ഫൈഡ് അല്ല, ബിക്കോസ് ഞാൻ ഉദ്ദേശിച്ച തലത്തിൽ അവർക്ക് ഐഡിയ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എനിക്ക് അവരുടെ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ ആദില, നൂറ അവർ രണ്ടുപേരും അവരുടേതായ പെർഫോമൻസ് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇവരുടെ 3 പേരുടെ ഇടയിലൊരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ വന്നിട്ടുണ്ട്. അത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. കാരണം അവരുടെ 3 പേരുടെയും ഭാഗം അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അത് വന്നിട്ടുണ്ട്. ഇന്നത്തെ ഗെയിമിൽ നമ്മുടെ ഒരു എന്താ പറയാ, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത് എന്തായിരുന്നു വെച്ചാല്, സ്ട്രാറ്റജി എന്തായിരുന്നു വെച്ചാല്, ആ പെട്ടി അവിടെ തുറന്നു വെച്ചിട്ട് അതിനുള്ള സാധനം വാരി രണ്ടുപേരും കൂടെ അതിന്റെ തുറന്നു വെച്ചിട്ട് 2 ഭാഗവും പൊക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജ് ഫിൽ ചെയ്യാന്നായിരുന്നു. പക്ഷെ ബിന്നി പാനിക്കായി പോയി, ആ പെട്ടി പെട്ടി അവിടെ വെച്ചിട്ടെന്നുള്ളതില്ല, പെട്ടി അവിടെ ഫില്ലാക്കി കൊണ്ടുവന്നിട്ട് പ്ലാൻ പറഞ്ഞത് പെട്ടി എടുക്കാം, അതിന്റെ ഉള്ളിൽ സാധനങ്ങൾ കയറ്റി വെക്കാം എന്നുള്ളത്. പെട്ടി ആരെങ്കിലും സ്നാച്ച് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് അവിടെ കൊണ്ടുവച്ചത്. ഞങ്ങളെല്ലാരും വിചാരിച്ചത് പെട്ടി അവിടെ വിചാരിക്കുന്നതല്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ്. നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അങ്ങനെയായിരുന്നു. അതല്ലാതെ അതൊരു വീട്ടിൽ ചിന്താഗതിയല്ല, അത് വെറുതെ പെട്ടി അവിടെ കൊണ്ടുവയ്ക്കുക എന്നുള്ളത് അതിൽ പറ്റി വെച്ച് ആരെങ്കിലും സ്നാച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഗെയിം അല്ലല്ലോ. പ്യുവറായിട്ട് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വന്നിട്ടുണ്ട്. അത് ഇവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നതുമാണ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ ഒരു പ്രശ്നം. അത് കഴിഞ്ഞിട്ട് വന്നത് അനീഷായിരുന്നു. അനീഷ് ഗെയിം കഴിഞ്ഞപ്പോഴൊക്കെ പറഞ്ഞത്, എൻ്റെ ടീമിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ നേരെ ഉൾട്ടടിച്ചു. അവരുടെ പെർഫോമൻസിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ആദ്യത്തെ ടാസ്കിൽ ഞാൻ പറയട്ടെ ആദ്യത്തെ അയാളെ പറയാൻ ചോദിക്കും, എന്തായാലും പറയാൻ ചോദിക്കും. നമുക്കൊരു ടാസ്ക് തരുമ്പോൾ നമ്മൾ എത്രയൊക്കെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്താലും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്താലും നമ്മൾ അവിടെ പോകുമ്പോൾ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ സ്ട്രെസ് ലെവല് പരമാവധി കുറയ്ക്കേണ്ടതുണ്ട്. പക്ഷേ ഇവരുടെ 2 പേരുടെ കേസിൽ ശരത്ത് ആദ്യത്തെ ടാസ്ക് ചെയ്യുമ്പോൾ താക്കോൽ എടുക്കാൻ പോലും ശരത്ത് ആദ്യം ആ ടാസ്ക് ചെയ്യുമ്പോൾ താക്കോൽ എടുക്കാൻ പോലും ശരത്തിന് സാധിക്കാഞ്ഞത്, ശരത്ത് ഇങ്ങനെ ഒരു അണ്ടർ പ്രഷറിൽ നിൽക്കുമ്പോൾ ശരത്തിന് കാര്യങ്ങൾ എല്ലാം ഒന്നും തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ടോട്ടലി ബ്ലാങ്ക് ആയി പോകുന്ന ഒരു സിറ്റുവേഷനാണ് ശരത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എത്രയോ കഴിഞ്ഞിട്ടാണ് ശരത്തിന് താക്കോല് തുറക്കാനായിട്ട് സാധിച്ചത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ശരത്തിനെ, നിങ്ങൾ തന്നെയല്ലേ മനുഷ്യ ശരത്തിനെ വേണമെന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുത്തേ, എന്നിട്ട് അവരുടെ 100% ചെയ്ത് കഴിഞ്ഞിട്ട് അത് ജയിക്കാതെ വന്നപ്പോൾ കുറ്റം മൊത്തം ശരത്തിൻ്റെയും അനുമോളുടെയും പേരിലല്ലേ? കൊള്ളാം, നല്ലതാ. മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ശരത്തിന്റെ പാർട്ട് നന്നായിട്ട് ചെയ്തില്ല. അത് കഴിഞ്ഞ് വീണ്ടും അനുമോളിലേക്ക് എത്തിയപ്പോൾ അനുമോള് ആ ഒരു എല്ലാ ആക്സസറി, അതായത് കാലുമ വെക്കാനുള്ളതും കൈമ വെക്കാനുള്ളതും ഇതൊക്കെ ഡ്രസ്സ് ധരിച്ചുകൊണ്ടായിരിക്കണം കൃത്യമായിട്ട് പിറ്റിലേക്ക് പോകേണ്ടതെന്ന് ആ ഇൻസ്ട്രക്ഷനിൽ ഉണ്ടായിരുന്നു. ഇത് അറിയാമായിരുന്നിട്ടും അനുമോള് അത് ആദ്യം ഇട്ടില്ല. അവരൊന്നാമത് താക്കോലെടുക്കാൻ വൈകി, അവരുടെ ഏകദേശം സമയം കഴിഞ്ഞ് ആ ഒരു ഇതിൽ കോയിൻസ് കിട്ടാതാവണ്ട എന്ന് കരുതിയിട്ടാണ് അനു അത് മൊത്തമായിട്ട് ധരിക്കാതെ ഇറങ്ങി ഓടിയതും കോയിൻസ് തപ്പാൻ തുടങ്ങിയതും. ഇപ്പം അതും കുറ്റം. പിന്നെ അത് ധരിച്ച ആൾക്കാരുടെ പകുതി അവിടെ ഇവിടെ ഊരിക്കിടക്കുമായിരുന്നു. അപ്പോഴാണ് ഇനിയിപ്പോൾ ധരിച്ചിട്ട് പോയിട്ടേ അത് ഇടാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ അനുവിൻ്റെ കാലും കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അത് അനീഷ് പോയി അന്വേഷിച്ചായിരുന്നോ? ഇല്ലല്ലോ. സ്വന്തം കാര്യം സിന്താബ. അതല്ലെങ്കിൽ അവിടെ കിടന്നിട്ട് ഒരു റോബോട്ട് പറഞ്ഞ പോലെ ഒരു കാര്യം 100 പ്രാവശ്യം പറയാൻ തുറക്കും. ഇത്രയല്ലുള്ള താൻ ചെയ്യുന്നത്.
പ്ലാൻ ചെയ്തിട്ട് പോയി നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രം എടുക്കാവുന്നത്. പക്ഷെ ഇയാൾ പറയുന്നത് ആദ്യം വേണ്ട 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 പെട്ടി മാത്രം പറഞ്ഞു. ഫ്രിഡ്ജിന്റെ അകത്ത് വെക്കേണ്ട സാധനങ്ങൾ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോ ഈ നിൽക്കുന്ന വ്യക്തി, ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഈ നിൽക്കുന്ന വ്യക്തി പറഞ്ഞു നിങ്ങൾ അത് ശ്രദ്ധിക്കണ്ട, മാക്സിമം സാധനങ്ങൾ നിറച്ചോളാൻ പറഞ്ഞു. ഇവനാണ് ആദ്യം കെട്ടിയെടുക്കാൻ പറഞ്ഞത്. ഇവൻ പറഞ്ഞാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രമാണ് ഞാൻ എടുക്കാന്നുള്ളത്. പക്ഷെ ഇനി ഞാൻ പറയുന്നു ഇവൻ പോണം, ഇവൻ ആ ഇരുട്ടുമുറി പോയി ഇരിക്കാൻ വേണം. അവര് മര്യാദക്ക് നടത്തിക്കൊണ്ടിരുന്ന പ്ലാനിങ്ങും ഇല്ലാതാക്കിയിട്ട് ഇപ്പം അവരെ കുറ്റം പറയാൻ ഉളുപ്പുണ്ടോ അനീഷേ? ഇപ്പം വേറൊരു ടീമിനെ കിട്ടിയിട്ടുണ്ടല്ലോ, അവരുടെ ഗെയിം കഴിഞ്ഞിട്ട് എന്തൊക്കെ പറയുന്നു ഒന്ന് കാണണേ. തൻ്റെ ഈ സ്വഭാവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അവർ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുള്ളത്. കാരണം നല്ലത് ചെയ്താലും താൻ കുറ്റം പറയും, പൊട്ട ചെയ്താലും താൻ കുറ്റം പറയും. അങ്ങനെയുള്ള സ്ഥിതിക്ക് അവർ കൂടെ നിൽക്കുന്നുള്ളത് എനിക്ക് വിശ്വാസമൊന്നുമില്ല. കണ്ടു തന്നെ അറിയാം. ശരി എന്നാൽ.